ശ്രീ എ റഹീം. ഇന്ന് വന്നിട്ടുള്ള വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ കാര്യം, ബീഹാറിൻ്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിനോദ് സിംഗ് ഗുജിയൽ ഒരു വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു. ആധാർ കാർഡ് ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അവരുടെ പുറത്താകലിനെ ചലഞ്ച് ചെയ്യാം എന്ന കാര്യം വ്യക്തമാക്കുന്ന വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നു. സുപ്രീം കോടതി അത് വളരെ കൃത്യമായി നിർദ്ദേശിച്ചിരുന്നു. ആ സുപ്രീം കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾക്ക് നീതി ലഭ്യമാക്കി തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഒരു പോരാട്ടത്തിന്റെ വിജയമായി കാണുന്നോ അതോ പോരാട്ടത്തിന്റെ തുടക്കമായി കാണുന്നോ? പോരാട്ടത്തിൻ്റെ ഒരു ഘട്ടമാണത്, വലിയ വിജയമാണ്. തീർച്ചയായും അത് പോരാട്ടം അവസാനിക്കുന്ന സൂചനയല്ല നൽകുന്നത്. പോരാട്ടം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ഊർജമാണ് ഇന്നത്തെ ഈ നീതിയുടെ വിജയത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇത് പൊരുതി നേടിയതാണ്. ഞാൻ ചോദിക്കുന്നത്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇൻ്റർവെൻഷൻ്റെ ഭാഗമായി ഇന്ന് ബീഹാറിൽ സംഭവിച്ച 65 ലക്ഷം പേർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇത് സ്വമേധയാ ചെയ്യേണ്ടിയിരുന്നത് ആരാണ്? ഇത് സ്വമേധയാ ചെയ്യേണ്ടിയിരുന്നത്, ഇത്തരമൊരു സാഹചര്യം ഒരുക്കാതിരിക്കേണ്ടിയിരുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. അപ്പോൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കാതെ ഇരിക്കുമ്പോഴാണ്, പകരമായി അതൊരു പരിവാർ സംഘടനയായി തരം താഴുമ്പോഴാണ്, സംഘപരിവാർ ഓർഗനൈസേഷനായി തരം താഴുമ്പോഴാണ് ഞങ്ങൾക്ക് നിയമയുദ്ധത്തിൻ്റെ വഴി തേടേണ്ടി വരുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വരുന്നത്. തെരുവിലും പാർലമെൻറ്റിനുള്ളിലും ശക്തമായ പ്രതിഷേധമായി ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് മാറേണ്ടി വരുന്നത്. ഇവിടെ കൂടുതൽ ഊർജം നൽകുന്നു എന്ന് പറയുമ്പോൾ തന്നെ പോരാട്ടം തുടരുകയാണ്. അത് SIR, ബീഹാറിൽ ആരംഭിച്ച SIR മറ്റു പല സംസ്ഥാനങ്ങളിലേക്കും ഇപ്പോൾ വ്യാപിപ്പിക്കുകയാണ്. SIR സംബന്ധിച്ചുള്ള ആശങ്കകൾ ഓരോ ദിവസവും കനത്ത് വരികയാണ്. ഒരു കാര്യം ഉറപ്പാണ്, SIR എന്നത് ഒരു പൗരത്വവുമായി കൂടി ബന്ധപ്പെട്ട് വരുന്നു. മാത്രമല്ല വളരെ വളരെ ഇൻവിസിബിളായി, വളരെ പ്രച്ഛന്നമായി ജനങ്ങളെ, അവർക്കിഷ്ടമില്ലാത്തൊരു വലിയ വിഭാഗം ജനങ്ങളെ വോട്ടർ പട്ടികയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുകയാണ്, ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഈ എലിമിനേഷൻ പ്രോസസ്സ് ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങളിലൊന്നായ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ ഉപയോഗപ്പെടുത്തി ചെയ്യുക എന്ന് പറയുന്നത് അത്യന്തം ലജ്ജാകരമായ കാര്യമാണ്. രാജ്യം ഒരു നവഫാസിസ്റ്റ് പ്രവണതകൾ വളരെ കൃത്യമായി പ്രകടിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമായി ഇതിനെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രാജ്യത്തിനുള്ള ഒരു വേക്കപ്പ് കോളാണ്. ഇത് ബീഹാറിൽ സംഭവിക്കുന്നത്, സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത്, ഈ സന്ദർഭങ്ങളെല്ലാം രാജ്യം ഉണരാൻ, രാജ്യം വളരെ കൃത്യമായി സുപ്രീം കോടതിയുടെ ഇടപെടൽ വരുന്നതോടുകൂടി രാജ്യത്തിന് കൃത്യമായൊരു സന്ദേശം വരികയാണല്ലോ. കാരണം ഇത് ആത്മവിശ്വാസം വരികയാണ്, കൃത്യമായ ദിശാബോധം വരികയാണ്. പ്രതിപക്ഷം ഉയർത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമായ ആരോപണങ്ങളല്ല എന്നും അതിൽ നിയമത്തിൻ്റെ വശമുണ്ട് എന്നും നിയമസാധുതയുണ്ടെന്നും അത് വളരെ കോൺക്രീറ്റായ കാര്യങ്ങളാണെന്നും ഒരു വേക്കപ്പ് കോളാണ്. അപ്പം ഞാൻ ഇന്നത്തെ ദിവസത്തെ കാണുന്നത് കൂടുതൽ ശക്തമായ പോരാട്ടത്തിന്, പ്രതിപക്ഷ കക്ഷികളെ ആകെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടം മാത്രമല്ല, അതിലുപരി രാജ്യത്തിൻ്റെ ജനാധിപത്യ വിശ്വാസികൾക്കാകെയുള്ളൊരു വേക്കപ്പ് കോളായിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസത്തെ കാണുന്നത്, ഈ നടപടിയെ കാണുന്നത്. അപ്പോൾ കൂടുതൽ ജാഗ്രതയോടുകൂടി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ശക്തമായി നിലയുറപ്പിക്കണം. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ നോക്കൂ, സുപ്രീം കോടതിയുടെ പ്രസക്തമായ ഇത്തരമൊരു ഇടപെടൽ വന്നതിനു ശേഷവും ശ്രീ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ഒട്ടേറെ ആശങ്കകളുമായി ബന്ധപ്പെട്ടെല്ലാം തന്നെ മറുപടി നൽകുന്നു എന്ന നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ വാർത്താ സമ്മേളനം ഈ സന്ദർഭത്തിൽ പരിശോധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. തല്ലേണ്ട ബാവ ഞാൻ നന്നാവില്ല എന്ന നിലയിൽ പരിപൂർണമായ വിധേയത്വത്തിലോ ദാസ്യത്വത്തിലോ കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് ഞാൻ പറയുന്നില്ല, സർക്കാരിനും അപ്പുറത്ത്, അതൊക്കെ സർക്കാരിൻ്റെതെന്ന് പറഞ്ഞാൽ ലളിതമായി പോകും, സർക്കാരിൻ്റെ കീഴിലെ ഒരു കേവലമായ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പോലെ പ്രവർത്തിക്കുന്നു. അതിനൊക്കെ അപ്പുറത്ത് ഒരു സംഘപരിവാർ ഓർഗനൈസേഷനായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നു എന്ന പ്രതീതി, അങ്ങനെ ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയാത്ത വിധമുള്ള വാർത്താ സമ്മേളനമാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടത്തിയതെന്ന് കൂടി കാണണം. അപ്പോൾ ഇത്രയും ശക്തമായ കളവുകൾ കണ്ടുപിടിക്കുകയും ഇത് ക്രമക്കേടുകൾ കണ്ടുപിടിക്കുകയും അരുതെന്ന് സുപ്രീം കോടതി പറയുകയും ചെയ്തിട്ട് കൂടി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നടക്കുന്ന വഴിയെ തന്നെയാണ് നടന്നു പോകുന്നത്. അത് അങ്ങേയറ്റം ഒരു സംഘപരിവാർ ഓർഗനൈസേഷനായി ഇത് മാറിയിരിക്കുന്നു എന്ന് നമുക്ക് ഒരു ജനാധിപത്യ ഇന്ത്യയിൽ ഉച്ചേശ്വരം പറയേണ്ടിയിരിക്കുന്നു. ശക്തമായി ഇതിനെ എതിർക്കുകയാണ്. ഫെയർ ആൻഡ് ഫ്രീ ഇലക്ഷൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ആണിക്കല്ലാണ്. അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതിനെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ്
ആദ്യത്തെയും അവസാനത്തെയും ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദിത്വം. അതാണ് വിമർശനം. ഇലക്ഷൻ കമ്മീഷൻ BJP യുടെ ചട്ടുകമായി മാറി എന്നുള്ളത്.